പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം. സപ്തമസ്കന്ധത്തിലെ വർണ്ണാശ്രമ ധർമ്മം എന്നുള്ള പ്രകരണമാണ് ഇവിടെ അനുസ്മരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ എന്താണ് ധർമ്മം എന്നുള്ളത് പറയണല്ലോ. ധർമ്മം എന്നാൽ ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു യഹ സ ധർമ്മ. ഇത് ശങ്കരാചാര്യർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. എന്നാൽ ഈ ധർമ്മം എന്നുള്ളത് വർണ്ണാശ്രമാദി ലക്ഷണമാണ്. ഇവിടെ ജഗതസ്ഥിതി കാരണം, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണം, അതുപോലെ തന്നെ സകല പ്രാണികളുടെയും എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയ്ക്കും ആത്യന്തികമായ നിശ്രേയസത്തിനും കാരണമായിട്ടുള്ളത് എന്താണോ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമ്മളൊക്കെ ധരിക്കേണ്ടത് എന്താണ്? ധർമ്മമാണ്. നമ്മളെ ധരിച്ചിരിക്കുന്നതും എന്തു തന്നെയാണ്? ധർമ്മമാണ്. ധരതി വിശ്വം ഇതി ധർമ്മമാണ്. ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും, അത് ഗ്രഹങ്ങള് നക്ഷത്രങ്ങൾ എന്നില്ല, സകല ചരാചരങ്ങളും ഒരു ചരടിൽ കോർത്തിണക്കിയ കണ്ണികളെ പോലെ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്, അതിന്റെ ആകെ തുകയാണ് ധർമ്മം. അപ്പൊ ഇവിടെ ധർമ്മത്തിനെ കുറിച്ച് സപ്തമസ്കന്ധത്തില് പറയാൻ കാരണം, പ്രഹ്ലാദ ചരിതം കഥ കേട്ടപ്പോ, നരസിംഹാവതാരം കേട്ട് കഴിഞ്ഞപ്പോ യുധിഷ്ഠിരൻ ചോദിക്കുകയുണ്ടായി, ഈ പ്രഹ്ലാദനെ പോലെ ഭക്തി ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അവിടെയാണ് ഈ ധർമ്മം പറഞ്ഞു കൊടുക്കുന്നത്, ഈ വർണ്ണാശ്രമ ധർമ്മം പറഞ്ഞു കൊടുക്കുന്നത്. വർണ്ണാശ്രമ ധർമ്മം അനുഷ്ഠിച്ചാൽ മതി എന്നുള്ളത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ധർമ്മം എന്താണെന്ന് അറിയണമല്ലോ. ഈ ധർമ്മത്തെ നമ്മളെല്ലാവരും പാലിക്കേണ്ടതാണ്. ജീവിതത്തില് നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ട് അനുഷ്ഠിക്കേണ്ട മൂല്യങ്ങളെ പാലിച്ചുകൊണ്ട് നടക്കുമ്പോഴേ ഈ സമൂഹം പുലരുകയുള്ളൂ. അല്ലാതെ നമ്മൾ സ്വാർത്ഥന്മാരായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ അത് അധർമ്മമാവും. എപ്പോഴാണ് അധർമ്മം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമ്മളിൽ കാമം വർദ്ധിക്കുമ്പോൾ. കാമം വർദ്ധിച്ചു കഴിഞ്ഞാൽ കാമം നമ്മളെ അധർമ്മം ചെയ്യിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യേണ്ട ധർമ്മം നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ സമൂഹം അല്ലെങ്കിൽ ഈ സമാജം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള ഉയർച്ച ഉണ്ടാവണം, അഭ്യുദയവും ആത്യന്തിക ക്ഷേമവും ഉണ്ടാവണം. ആത്യന്തിക ക്ഷേമം എന്ന് പറഞ്ഞാൽ ഇവിടെ നിശ്രേയസം. ഇത് എന്തിൽ കൂടെ മാത്രമേ പ്രാപിക്കാൻ പറ്റുള്ളൂ? വർണ്ണാശ്രമ ധർമ്മങ്ങളിലൂടെ, അല്ലെങ്കിൽ ധർമ്മം ആചരിക്കുന്നതിലൂടെ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും. ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. ജ്ഞാനവും വൈരാഗ്യമൊക്കെ വന്നിട്ട് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ വർണ്ണാശ്രമധർമ്മം ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കണു. 11ാമത്തെ അധ്യായത്തിലാണ് സനാതനധർമ്മം എന്താണ്, വർണ്ണാശ്രമധർമ്മം എന്താണ്, സ്ത്രീധർമ്മം എന്താണ് എന്നൊക്കെ പൊതുവായിട്ട് എല്ലാവരും അനുഷ്ഠിക്കേണ്ട ധർമ്മമൊക്കെ 11ാമത്തെ അധ്യായത്തിൽ പറയുന്നു. സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ, സനാത് എന്നുള്ള വാക്കിനോടുകൂടി അന എന്നുള്ള പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് നാശമില്ല. പല സമയത്തും നമുക്ക് ക്ഷയം ഒക്കെ ഉണ്ടായി എന്ന് തോന്നാം. പക്ഷേ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുമ്പോൾ ഭഗവാൻ തന്നെ പല രൂപത്തിൽ വരുമെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്.
അപ്പൊ ഇവിടെ ഈ വർണ്ണാശ്രമധർമ്മം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ പൊതുവായിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ധർമ്മമൂലം ഹി ഭഗവാൻ സർവവേദമയോ ഹരി സ്മൃതം ച തദ്വിദാം രാജൻ യേന ചാത്മാ പ്രസീദതി. ധർമ്മത്തിന്റെ മൂലം ശരിക്കും പറഞ്ഞാൽ അത് വേദങ്ങളാണ്. വേദോഖിലോ ധർമ്മമൂലം എന്ന് പറയുന്നു. വേദത്തിൽ നിന്നാണ് ധർമ്മം നമുക്ക് ലഭിക്കുന്നത്. ധർമ്മം നമ്മൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഗുണത്തിനും ഘടനയ്ക്കും അനുസരിച്ചുള്ള ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിൽ പൊതുവായിട്ട് എല്ലാവരും ചെയ്യേണ്ട ധർമ്മമാണ് സത്യം, ദയാ, തപശൗചം, തിരിക്ഷേക്ഷാശമോദമ, അഹിംസ, ബ്രഹ്മചര്യം, ചാത്യാഗ, സ്വാധ്യായ, ആർജവം, സന്തോഷ, സമദൃക്സേവ, ഗ്രാമ്യകോ പരമശനൈ, ഗ്രാമ്യേകോ പരമശനൈ, നൃണാം വിപര്യേക്ഷ, മൗനമാത്മവിമർശനം. അന്നാദ്യാദേ സംവിഭാഗോ ഭൂതേഭ്യശ്ചേതാർഹത തേഷ്വാത്മദേവതാ ബുദ്ധി സുതരാം മൃഷു പാണ്ഡവ. സത്യം, എല്ലാവരും സത്യം പറയണ്ടേ. ദയ, തപസ്, തിതിക്ഷ, ശമം, ദമം. അതായത് ശമം എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഇന്ദ്രിയങ്ങൾ അകത്തും പുറത്തും ഒക്കെ ഉള്ളതുണ്ട്, അതിനെയൊക്കെ നിയന്ത്രിക്കുക. അഹിംസ, ബ്രഹ്മചര്യം, ദാനം, ജപം, കാപട്യമില്ലായ്മ, പിന്നെ എന്തിനും സന്തോഷം, മഹാന്മാരെ പരമാവധി ശുശ്രൂഷ ചെയ്യുക. കർമ്മങ്ങൾക്ക് പലതരത്തിലുള്ള ഫലം വരാം, വൈപരീത്യം വരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത. മൗനം, മൗനം എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല, ആവശ്യത്തിന് സംസാരിക്കുക എന്നുള്ളത്. ആത്മവിചാരം. ഇതില് നമുക്ക് സത്യം എല്ലാവരും പറയണമെന്നുണ്ട്. എല്ലാവരും സത്യം പറയേണ്ടതല്ലേ. ദയ, എല്ലാവരോടും ദയ വേണം. തപസ്, ഈ തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കാട്ടിൽ പോയത് തപസ് ചെയ്യുക, ധ്യാനിക്കുക, അതൊക്കെ വിചാരിക്കും. അതൊന്നും വേണ്ട. നമുക്ക് മനസ്സുകൊണ്ട് മറ്റൊരാൾ നന്നാവണം എന്ന് തോന്നിയാൽ തന്നെ അത് വലിയൊരു തപസ്സാണ്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിച്ചാൽ അതും ഒരു തപസ്സാണ്. അങ്ങനെ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് തപസ്സായിട്ട് ചിന്തിച്ചാൽ മതി. ക്ഷമ നമുക്ക് പരമാവധി വേണം. ഒന്നിനെയും ദ്രോഹിക്കരുത്, അഹിംസ വേണം. ഇതൊക്കെ പൊതുവെ എല്ലാവരും സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അന്നാദ്യാദേ സംവിഭാഗോ ഭൂതേഭ്യശ്ചേതാർഹത. എല്ലാ ഭൂതങ്ങളെയും നമ്മൾ സന്തോഷിപ്പിക്കണം. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അന്നാദികൾ കൊടുത്തുകൊണ്ട്. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ളതൊക്കെ ഭൂതങ്ങളാണ്. ഇന്നിപ്പോ വേണമെങ്കിൽ അതിന്റെ താഴത്തേക്കും പോകട്ടോ, ഏകകോശ ജീവികളൊക്കെ എത്താം. ഇതൊക്കെ ഭൂതങ്ങളായിട്ട് കാണണം. സർവഭൂതങ്ങളെയും നമ്മൾ തൃപ്തിപ്പെടുത്തണം. ഭക്ഷണം കൊടുക്കണം എന്നർത്ഥം. ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് മാത്രമല്ല, എല്ലാവരെയും ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുക. ഈ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ, അന്നാദികൾ നമ്മളെല്ലാ ഭൂതങ്ങൾക്കും കൊടുക്കാനൊരു മനസ്സുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ പൊതുവെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും എന്ന് തോന്നാറുണ്ട് അല്ലെ. നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് കൊടുക്കാൻ സാധിക്കാറില്ല. പിന്നെ എങ്ങനെ കൊടുക്കണം എന്നറിയോ? തേഷു ആത്മദേവതാ ബുദ്ധി എന്നാണ്. അവരിലൊക്കെ നമ്മളെ കാണണം. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നാണ്? എല്ലാ ജീവികളിലും എന്നെ കാണാൻ സാധിക്കുക, എന്നിൽ മറ്റുള്ളവരെ കാണാൻ സാധിക്കുക. അപ്പൊ നമുക്കൊന്നിനോട് ശത്രുതയോ എതിർപ്പോ ഒന്നും വരില്ല. തേഷു ആത്മദേവതാ ബുദ്ധി എന്നാണ്. കാരണം എല്ലാവരിലും കുടികൊള്ളുന്ന ഭഗവാനാണ്. അപ്പം എന്നെ അവരിൽ കണ്ടാൽ തന്നെ ഭഗവാനെ അവരിൽ കണ്ടു. കാരണം ഞാൻ എന്ത് സ്വരൂപൻ? ഞാൻ തന്നെ ആത്മസ്വരൂപനായിട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരിലും ആ ചൈതന്യത്തെ കണ്ടുകൊണ്ട് എല്ലാവരിലും ഭഗവത് ബുദ്ധിയാൽ എല്ലാവർക്കും എല്ലാം കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ വേണം. പിന്നെയോ ഭഗവാനെ ആശ്രയിക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭഗവാനെ ആശ്രയിക്കണം. നവതാ ഭക്തി, നവവിധത്തിലുള്ള ഭക്തി ഏതൊക്കെയാണ്? ശ്രവണം, കീർത്തനം, ചാസ്യ സ്മരണം, മഹതാം ഗതേ,
സേവേജ്യാവനജർദാസ്യം സഖ്യം ആത്മസമർപ്പണം. ഇങ്ങനെ ഭഗവത് ഭക്തിയോടുകൂടി നവതാഭക്തിയോടുകൂടി എല്ലാവരും ഈശ്വരമയമാണ്, എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ളത് സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കുക, എല്ലാവരെയും സഹായിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാം കൊടുത്തുകൊണ്ട് ജീവിക്കുക. ഇത് സാമാന്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. സാമാന്യ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പറയും. ഇനി ഇതിൽ തന്നെ വർണ്ണങ്ങളുടെ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. ഓരോ വർണ്ണത്തിനും ഓരോ തരത്തിലുള്ള, കാരണം ഗുണത്തിനും ഘടനയ്ക്കും അനുസരിച്ചാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. വിപ്രസ്യാധ്യനാദീനി ഷഡന്യാസ്യ പ്രതിഗ്രഹ രാജ്ഞോ വൃത്തി പ്രജാഗോപ്തുരഭിപ്രാദ്വ കരാദിഭി. അതിൽ ബ്രാഹ്മണര് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ജ്ഞാനം, വിജ്ഞാനം ഇതൊക്കെ മനസ്സിലാക്കുക. അതായത് വേദാദികളൊക്കെ പഠിക്കുക, ശരിക്കും യജിക്കുക, ഭഗവാനെ യജിക്കുക. അതുപോലെ തന്നെ ഈ ബ്രാഹ്മണർക്ക് ഉതകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ബ്രാഹ്മണന്റെ ധർമ്മങ്ങളാണ്. അധ്യാപനം ബ്രാഹ്മണന്റെ ധർമ്മമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ബ്രാഹ്മണർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്ഷത്രിയര് എന്ത് ചെയ്യണം? അവര് എല്ലാവരും സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്. രാജ്ഞോ വൃത്തി പ്രജാഗോപ്തുരഭിപ്രാദ്വാകരാദിഭി. അതായത് അവരുടെ ശൗര്യം, അവരുടെ വീര്യം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ സംരക്ഷിക്കുക. ഇനി അതുപോലെ വൈശ്യർ എന്താ ചെയ്യേണ്ടത്? 4 വർണ്ണമാണല്ലോ നമ്മൾ പറയുന്നത്. അതിൽ 3ാമത്തെ വർണ്ണമായ വൈശ്യര് എന്ത് ചെയ്യണം? അവര് കൃഷി, പശുവിനെ സംരക്ഷിക്കുക, വാണിജ്യാദികൾ കൊണ്ടിറക്കുക, ഇതൊക്കെ വൈശ്യരുടെ ധർമ്മമാണ്. ഇനി എല്ലാവരും ശുശ്രൂഷ ചെയ്യേണ്ടത് ശൂദ്രന്റെ ധർമ്മമാണ്. ശൂദ്രസ്യ ദ്വിജ ശുശ്രൂഷ വൃത്തിശ്ച സ്വാമിനോ ഭവേത്. ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ വിവിധ വർണ്ണങ്ങൾ 4 വർണ്ണങ്ങളിലായിട്ട് പറയണത്? ആരെങ്കിലും മോശമാണോ? ആരും മോശമല്ല. ബ്രാഹ്മണര് ഉയർന്നതാണോ? അതുമല്ല. ആരെങ്കിലും താഴെയാണോ? അല്ല. പഥ്യം ശൂദ്രോ അജായത എന്ന് പറയും. പാദത്തിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പാദമില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കും പോകണ്ട, ഒരു ബാങ്കിലേക്ക് പോയാൽ മതി. അവിടെ മാനേജർ ഉണ്ടാവും, പിന്നെ അതിന് താഴെ അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവും, പിന്നെ മറ്റുള്ള ക്ലർക്സ് ഉണ്ടാവും, പിന്നെ അങ്ങോട്ട് താഴേക്ക് പോന്നാല് പ്യൂണ്, സബ്സ്റ്റാഫ്, ഏത് പേരിലായാലും ഇങ്ങനത്തെ പല ആൾക്കാരുണ്ടാവും. എല്ലാവരും മാനേജർമാരാവാറുണ്ടോ? ഇല്ല. മാനേജർ മാനേജറുടെ ഉത്തരവാദിത്വം ചെയ്യുന്നു, പ്യൂണാണെങ്കിൽ പ്യൂണിന്റെ ഉത്തരവാദിത്വം ചെയ്യുന്നു. അപ്പോഴേ ബാങ്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ, അല്ലെ? ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ചാതുർവർണ്ണത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ 4 വർണ്ണങ്ങളും സമൂഹത്തിനെ അല്ലെങ്കിൽ സമാജത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് ഈ വർണ്ണം എന്നുള്ളത് ഒന്നിന്റെ താഴെയോ അല്ലെങ്കിൽ മേലെയോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ തന്നെ സ്ത്രീധർമ്മം പറയുന്നുണ്ട്. സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഭർത്താവിനെ ഈശ്വരബുദ്ധിയാ കാണണമെന്നാണ്. അതുപോലെ അവരുടെ ബന്ധുക്കളെയും വളരെ നല്ല രീതിയിൽ കാണേണ്ടത് സ്ത്രീയുടെ ധർമ്മമാണ് എന്ന് പറയുന്നു. ഇത് ഇവിടെ പറയുമ്പോൾ സ്ത്രീയുടെ ധർമ്മം മാത്രമാണെന്ന് ചിന്തിക്കേണ്ട, പുരുഷന്റെ ധർമ്മമുണ്ട്. ഈശ്വരബുദ്ധിയ പതിയെ ഈശ്വരനായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ ഈ പതി പത്നിയെ ആരായിട്ട് കാണണം? ലക്ഷ്മിയായിട്ട് കാണണം. അങ്ങനെ ആ രീതിയിൽ വേണം ഇത് മനസ്സിലാക്കാൻ. ഇനി എല്ലാവർക്കും എല്ലാം പൂജയാണ്. ശരിക്ക് ഭഗവാനെ യജിക്കുകയാണ്. ഇപ്പോൾ വൈശ്യന്റെ കർമ്മം ചെയ്യുമ്പോൾ ഭഗവാനെ യജിക്കുന്ന രീതിയിൽ ചെയ്യണം, എല്ലാം സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ശൂദ്രൻ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം, ഈശ്വര സമർപ്പണ ബുദ്ധിയാ ചെയ്യണം. ഇനി അവർക്ക് ശൂദ്രനെ സംബന്ധിച്ചാണെങ്കിൽ അമന്ത്രയജ്ഞോക്ക് അത്തേയം സത്യം ഗോ വിപ്രരക്ഷണം എന്ന് പറയും. അത് ഇപ്പൊ ശൂദ്രനായാലും വൈശ്യനായാലും അവരവർക്ക് ചെയ്യേണ്ട പ്രവർത്തികള് ഗുണത്തിനും ഘടനയ്ക്കും അനുസരിച്ചുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങൾ
ഭഗവത് ബുദ്ധിയ അല്ലെങ്കിൽ ഈശ്വര സമർപ്പണ ബുദ്ധിയ അനുഷ്ഠിക്കണം. എന്നാൽ അവരൊക്കെ എന്തിന് അർഹരാവും? നിത്യാനന്ദത്തിന് അർഹരാവും. എന്നും അവർക്ക് ആനന്ദം ലഭിക്കും. അതായത് മോക്ഷപ്രാപ്തി വരെ ഉണ്ടാവും. ഏത് ധർമ്മവും അവനവന്റെ ധർമ്മം ഈശ്വര ബുദ്ധിയ സമർപ്പിച്ചാൽ മതി. ഇവിടെ ഈ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയുണ്ട്. സമർപ്പിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത്. നമ്മളൊക്കെ സമർപ്പിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ് എളുപ്പം. കാരണം കായേന വാച മനസേന്ദ്രിയർവ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മന്ത്രം ചൊല്ലി അങ്ങോട്ട് പോരും. ശരിക്കും സമർപ്പിക്കേണ്ടത് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഞാനിപ്പോൾ അമ്പലത്തേക്ക് ഒരു വിളക്ക് കൊടുത്തു, എന്നും അവിടെ വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് വിചാരിക്കുക. അതിന് വേണ്ട പൈസയും കൊടുത്തു എന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം ഞാൻ അവിടെ പോയിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ സമർപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കർത്തൃത്വം അവിടെ സമർപ്പിക്കണം. നമ്മളിവിടെ കർത്തൃത്വം സമർപ്പിക്കുന്നില്ല പലപ്പോഴും. വെറുതെ സമർപ്പിച്ചു പോരുന്നുള്ളൂ. പിന്നെയും അതവിടെ കത്തുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ അത് ഞാനാ കൊടുത്തതെന്നുള്ള ചിന്ത അവിടെ ഉണ്ട്. ഈ ചിന്ത ഉള്ളിടത്തോളം കാലം നമ്മളത് സമർപ്പിക്കുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. പിന്നീട് ബ്രഹ്മചാരിയുടെ ധർമ്മം പറയുന്നു, വാനപ്രസ്ഥന്റെ ധർമ്മം പറയുന്നു. ബ്രഹ്മചാരി ഗുരുകുലേ വസന്താന്തോ ഗുരുർഹിതം ആചരന്ദാസവൻ നീചോ ഗുരോ സുദൃഢ സൗകൃത. ബ്രഹ്മചാരി ഗുരുകുലത്തിൽ വസിക്കണം എന്നാ അദ്ദേഹം ജിതേന്ദ്രിയനാവും വേണം. എന്നിട്ട് ഗുരുവിനെ ശുശ്രൂഷിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി ഗുരുവിനെ ശുശ്രൂഷിക്കണം. പിന്നെ വേണ്ട സമയത്ത്, അതായത് സന്ധ്യാവന്തനം ഒക്കെ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കണം. ഇന്ന് ബ്രാഹ്മണരുടെ ഇടയിൽ സന്ധ്യാവന്തനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പൂജ കഴിക്കാൻ പോകും അല്ലേ? കേരളമായിട്ട് വിളക്കൊക്കെ വെച്ച് നമ്മൾ പൂജയൊക്കെ കഴിക്കും. പക്ഷെ സന്ധ്യാവന്തനം കഴിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തായാലും രാവിലെയും വൈകുന്നേരം സന്ധ്യാവന്തനം ചെയ്യണം. അത് ബ്രാഹ്മണരുടെ ധർമ്മമാണ്. അപ്പോ ഉപനയനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒക്കെ ധർമ്മമാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ഇതുപോലെ ബ്രഹ്മചാരി സന്ധ്യാവന്തനം ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേദം അധ്യയനം ചെയ്യാണ് പ്രധാന കാര്യം. ആ വേദം അധ്യയനം ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും അതുപോലെ അത് സമർപ്പിക്കുന്ന സമയത്തൊക്കെ ഗുരുവിനെ നമസ്കരിക്കണം എന്ന് പറയുന്നു. ബ്രഹ്മചാരിയുടെ ലക്ഷണമായിട്ടുള്ള ഉപവീതം, മേഖല, ദണ്ഡ് ഇതൊക്കെ ധരിക്കണം. പിന്നെ ഈ അമിതമായിട്ട് ദേഹത്തിനെ അലങ്കരിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത് ബ്രഹ്മചാരി. കാരണം അലങ്കാരത്തിന്റെ ആവശ്യം ബ്രഹ്മചാരിക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഭോഗചിന്തയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പിന്നെ ഈ ഭിക്ഷ എടുത്തിട്ടാണ് സാധാരണ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടത്. ആ ഭിക്ഷ എടുത്ത് കൊണ്ടുവരുന്നത് ആദ്യം ഗുരുവിന്റെ മുമ്പിൽ കൊടുക്കണമെന്നും ഗുരുവിന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് കഴിക്കാവൂ എന്നും കൂടി നിർബന്ധമുണ്ട്. ഇങ്ങനെ അവിടെ താമസിച്ചുകൊണ്ട് ഗുരുകുലത്തിൽ വസിച്ചുകൊണ്ട് വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ആ വൈരാഗ്യം വന്നു വിചാരിക്കുക. വൈരാഗ്യം പൂർണ്ണമായിട്ട് വന്നു വെച്ചാൽ നേരെ സന്യസിക്കാം. ഇനി അത് കഴിഞ്ഞില്ല, വൈരാഗ്യം വന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം. ഓരോ ആശ്രമം കഴിഞ്ഞിട്ട് ക്രമത്തിൽ അവിടേക്ക് എത്തിയാൽ മതി. പിന്നെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം സ്വീകരിക്കാം. അവിടുന്ന് വൈരാഗ്യം വന്നു വെച്ചാൽ സന്യസിക്കാം. ഇങ്ങനെ നമ്മളിപ്പോൾ ഏത് ആശ്രമത്തിൽ നിന്നാലും ഒരാശ്രമവും മോശമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഏത് ആശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അത് ഏത് കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ആ നമ്മളെ ഗുണത്തിനും ഘടനയ്ക്കും അനുസരിച്ചുള്ള ആ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന്റെ എല്ലാം സമർപ്പിച്ചാൽ മതി. എന്നാൽ അവർക്കും എന്ത് കിട്ടുമെന്ന് പറയുന്നു? നിത്യാനന്ദം ലഭിക്കും എന്ന് പറയുന്നു. ഇനി വാനപ്രസ്ഥാശ്രമത്തിലാണെങ്കിൽ വാനപ്രസ്ഥൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം കഴിക്കേണ്ടതിനൊക്കെ പല നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് കാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഇന്ന് അതൊന്നും നടക്കും തോന്നുന്നില്ല, എങ്കിലും ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല, ഫലങ്ങളൊക്കെ കഴിക്കുക. അവിടെ കാട്ടിൽ എന്താണോ ഫലങ്ങൾ കിട്ടുന്ന വെച്ചാൽ അതൊക്കെ കഴിച്ചിട്ട് വേണം അവിടെ വൈരാഗ്യം വരാൻ വേണ്ടി നമ്മളെ ശരീരത്തിനെയൊക്കെ തപിപ്പിച്ച് വേണ്ട കർമ്മ, അതായത് വേണ്ടാത്ത ഒന്നും കഴിക്കാതെ മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? വൈരാഗ്യം വരുന്ന അവസ്ഥയ്ക്ക് എത്തണം. എന്നാലേ അടുത്ത ആശ്രമം സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഒരു വാനപ്രസ്ഥൻ എന്ത് ചെയ്യാൻ പാടില്ല? കുറെ അധികം ഇങ്ങനെ നമുക്ക് എന്താണോ കിട്ടണമെന്ന് വെച്ചാൽ അതേ കഴിക്കാവൂ. അല്ലാതെ അനവധി ഇങ്ങനെ സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊരു വിഷയമാണ്. കുറെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വിഷയമാണ്. അപ്പം നമുക്ക് ശ്രദ്ധ അതിലേക്ക് വരുന്ന. അപ്പോൾ എല്ലാ സമയത്തും
തപസ് ചെയ്യണം. തപസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അത് തന്നെ. പിന്നെ ഈ ദ്വന്ദ്ങ്ങളിലൊന്നും വലിയ ആൻസൈറ്റി കാണിക്കരുത്. ദ്വന്ദ്ങ്ങളൊക്കെ സഹിക്കാൻ പഠിക്കണം. അത് ഏത് തരത്തിലുള്ളതായാലും വേണ്ടില്ല. ഇപ്പൊ മഴയായാലും വേണ്ടില്ല, വെയിലായാലും വേണ്ടില്ല, ചൂടായാലും തണുപ്പായാലും വേണ്ടില്ല. എല്ലാത്തിനും സമഭാവനയോടുകൂടി, സമബുദ്ധിയോടുകൂടി എല്ലാത്തിനെയും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ ഈ വാനപ്രസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തപസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമായിട്ടുള്ള കാര്യമാണ്. കാരണം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നല്ല പ്രയാസം തന്നെയാണ്. അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, ചഞ്ചലം ഹി മനഃകൃഷ്ണ, പ്രയാസമാണ് കൃഷ്ണ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. പിന്നെ ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് വൈരാഗ്യം വരുമോ? അതുമില്ല. അപ്പം ഇങ്ങനെ വാനപ്രസ്ഥൻ വളരെ കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചാൽ മാത്രമേ വൈരാഗ്യം വരുള്ളൂ. ഈ വൈരാഗ്യം വന്നാൽ മാത്രമേ സന്യസിക്കാവൂ എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാതെ വേഷം കെട്ടുകൊണ്ട് സന്യാസിയാവില്ല. ഇനി അതില്ലാതെ വന്നു കഴിഞ്ഞാൽ, ദേഹം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും വിഷയമൊന്നുമില്ല, നല്ല രീതിയിൽ വീണ്ടും അവിടുന്ന് അങ്ങോട്ടുള്ള കർമ്മം ചെയ്യാൻ വേണ്ടി ജനിക്കും എന്ന് ഭഗവത്ഗീത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ എന്തായാലും ദേഹം ത്യജിക്കുന്ന സമയത്ത് ഭഗവാനാണ് എല്ലാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉയർച്ചയുണ്ടാവും എന്നും കൂടി സൂചിപ്പിക്കണം. പിന്നീട് സന്യാസിയുടെ ധർമ്മം പറയും. ഇവിടെ സന്യാസിയുടെ ധർമ്മം പറയുമ്പോൾ പൂർണ്ണമായിട്ട് വൈരാഗ്യം വന്നാൽ മാത്രമേ എന്ത് ചെയ്യാവൂ എന്ന് പറയൂ, സന്യസിക്കാവൂ. അല്ലാതെ പോയിട്ട് സന്യസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരികയൊക്കെ വേണ്ടി വരും. പിന്നെ ഒരു സന്യാസിയെ സംബന്ധിച്ച് അദ്ദേഹം പശ്യേത് ആത്മന്യതോ വിശ്വം പരേ സദാ സദോ അവ്യയേ ആത്മാനം ച പരം ബ്രഹ്മ സർവത്ര സദസന്മയെന്ന്. അതായത് ഒരു സന്യാസി എല്ലാത്തിലും ഒന്നിലും ആസക്തി ഇല്ലാതെ എല്ലാം മായയാണെന്ന് അറിഞ്ഞിട്ട് എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്തായിട്ട് ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് വർത്തിക്കണം. എല്ലാം ബ്രഹ്മമയമായിട്ട് കാണണം. ഭഗവാനല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല എന്ന് കാണണം. അങ്ങനെ ഈ ആ ഒരു സാക്ഷാത്കാരം എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് എത്തുന്നത് വരെ ഈ ആശ്രമധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചേ പറ്റൂ. പിന്നെ ജ്ഞാനം നേടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു ആത്മാരാമനായിട്ട് മാറും. ഈ ആത്മാരാമനായിട്ട് കഴിഞ്ഞാൽ പിന്നെ വിധി നിഷേധം ഇതൊന്നും ബാധകമല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് ബാധകമല്ല, കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടല്ല, വിധിയില്ല, നിഷേധമില്ല, ഇതൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ ശാന്തനായിരിക്കും. അദ്ദേഹം സമചിത്തനായിരിക്കും, അല്ലേ? എപ്പോഴും വളരെ പ്രശാന്ത ഭാവത്തിലിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ നേടിയ ഒരാളെ കാണിച്ചു തരണ്ടേ? ആ പരമഹംസ അവസ്ഥയിലേക്ക് എത്തിയ ഒരാളെ കാണിച്ചു തരണ്ടേ? ഒരു ഉദാഹരണത്തിനായിട്ടാണ്. അപ്പൊ അതിവിടെ പറഞ്ഞു കൊടുക്കുന്നു നാരദ മഹർഷി. നാരദ മഹർഷി പറഞ്ഞു, പണ്ട് കാവേരി നദീതീരത്ത് ഒരു സംവാദം നടന്നു. ആര് തമ്മില്? പ്രഹ്ലാദനും ഒരു അവധൂതനുമായിട്ടുള്ള ഒരു സംവാദം. അപ്പൊ ഈ പ്രഹ്ലാദൻ ഈ കാവേരി തീരത്ത് വെച്ചിട്ട് അവധൂതനെ കാണുന്നതും, ഈ അവധൂതന്റെ വേഷം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അദ്ദേഹം നല്ല ശരീരപ്രകൃതിയോട് കൂടിയുള്ള ആളാണ്. സാധാരണ അവധൂതന്മാർ അങ്ങനെയാണെന്ന് ചോദിച്ചാലല്ല. സാധാരണ ഒരാളെ പോലെ തടിച്ചു കൊഴുത്തിരിക്കുന്ന ശരീരമാണ് ഈ അവധൂതനെ കണ്ടപ്പോൾ. എന്നാൽ അദ്ദേഹം ഒന്നും ചെയ്യണമൊന്നുമില്ല. അപ്പോഴാണ് പ്രഹ്ലാദൻ വളരെ വിനയത്തോടുകൂടി ചോദിച്ചത്, അങ്ങ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, എന്നാലും ശരീരമൊക്കെ അവിടെ തടിച്ചിരിക്കുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ ഈ അവധൂതൻ പറഞ്ഞു, അങ്ങക്ക് അറിയാഞ്ഞിട്ടല്ല, എന്നാലും ചോദിച്ചുകൊണ്ട് പറയാം. കാരണം ഏതൊരു ചോദ്യവും ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യരുടെ ഒരവസ്ഥ അല്ലെങ്കിൽ പ്രാണികളുടെ ഒരവസ്ഥ, അല്ലേ?
ഇപ്പൊ നേരത്തെ പറഞ്ഞു പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതു. ആരാ പ്രാണി എന്ന് ചോദിച്ചാൽ പ്രാണനുള്ളവരൊക്കെ പ്രാണികളാ. ഇപ്പൊ ഈ പ്രാണികളുടെ ഒരു സ്വഭാവം ഏത് പ്രാണൻ ആരിലുണ്ടോ എന്തിലുണ്ടോ അതൊക്കെ പ്രാണികളായിട്ട് കണ്ടിട്ട് പല പല യോനികൾ കൂടെ പോയി പോയി അവസാനം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മനുഷ്യന്റെ ദേഹം കിട്ടുള്ളൂ, മനുഷ്യ ജന്മം കിട്ടുള്ളൂ. അല്ലെ? ഇങ്ങനെ അനവധി ജീവികളായിട്ട് പരിണമിച്ച് അവസാനം മനുഷ്യദേഹം കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ ചെയ്യണത്? നമുക്കെന്താ വേണ്ടത്? സുഖം. അല്ലെ? വിതുരൻ ചോദിച്ച ചോദ്യം അത് തന്നെയാണ്. ഈ ലോകത്തിൽ എല്ലാവരും സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു, പക്ഷെ കിട്ടുന്നതോ ദുഃഖവും. അപ്പൊ സുഖമുണ്ടാവണം വിചാരിക്കും. കാരണം സുഖം എന്തിനാണ്? ദുഃഖമില്ലാതാവാൻ. സത്യത്തിൽ എല്ലാവർക്കും സുഖം കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. എന്നാ ആഗ്രഹിക്കാത്ത ദുഃഖം എല്ലാവർക്കും വരുന്നുണ്ട്. ഈ സുഖം എന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെയുള്ളത്? നമ്മളിലുള്ള സുഖസ്വരൂപൻ ആണ് നമ്മൾ, ആത്മസ്വരൂപനാണ് നമ്മൾ. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ആനന്ദസ്വരൂപനാണ് നമ്മൾ. നമ്മളെ ഉള്ളിലേക്ക് നോക്കുന്നില്ല, നമ്മൾ പുറത്താണ് സുഖം എന്ന് വിചാരിച്ച് നോക്കുകയാണ്. അതാണ് പൊതുവെ മനുഷ്യരുടെ ഒരു സ്വഭാവം. അപ്പോ ആനന്ദം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് എവിടേക്ക് പോകണം? നമ്മളെ ഉള്ളിലേക്ക് പോകണം. അപ്പോഴേ നമുക്ക് ദുഃഖമില്ലാതിരിക്കൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആത്മാരാമനായിട്ട് മാറാൻ സാധിക്കും. അതായത് ഈ പുറത്തുള്ള സുഖമല്ല നമ്മൾ നേടേണ്ടത്, നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ആ നിത്യാനന്ദത്തിലേക്ക് നമ്മൾ പോകണം. അതായത് നമ്മളെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിയണം. അത് അറിയാത്തത് കൊണ്ട് ആനന്ദം അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഓടി ഓടി അവസാനം വട്ടം തിരിയണം എന്നല്ലാതെ സത്യത്തില് ഈ സുഖം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഭോഗങ്ങളുടെ ഒക്കെ വഴിയാലെ ഓടിക്കഴിഞ്ഞാല് ഇതാണ് സ്ഥിതി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇനി ഇതിൽ വ്യക്തമായിട്ടില്ലെങ്കിൽ എനിക്ക് 2 ഗുരുക്കന്മാരെ കുറിച്ച് പറയാൻ കൂടി ഉണ്ടെന്നു. 2 ഗുരുക്കന്മാരുണ്ട് എനിക്ക്. ഒന്ന് പെരുമ്പാമ്പാണ്, ഒന്ന് തേനീച്ചയാണ്. ഇത് നമുക്ക് ഏകാദശ സ്കന്ധത്തിനും ഇതുപോലെ കാണാൻ സാധിക്കും. ഈ പെരുമ്പാമ്പിൽ നിന്നും തേനീച്ചയിൽ നിന്നുമാണ് എനിക്ക് സത്യം പറഞ്ഞ വൈരാഗ്യം ഉണ്ടായത് എന്ന് പറഞ്ഞു. നമ്മുടെ സുഖത്തിനായിട്ട് നമ്മൾ പലതും കൂട്ടിവെക്കണം. അല്ലെ? തേനീച്ച തേനങ്ങനെ കൂട്ടിവെക്കണം. പക്ഷേ ഈ തേനീച്ച അത് എടുക്കണുണ്ടോ? ഇല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റെസീറ്റ് നമ്മൾ അവിടെ അലമാരയിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതങ്ങനെ കൂട്ടിവെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുള്ളതല്ലാതെ. അപ്പോ ഈ തേനീച്ചയെ കൊന്നിട്ട് വേറെ ആരെങ്കിലും തേനെടുത്ത് കൊണ്ടുപോകണം. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് കൂട്ടിവെച്ചോ അത് നമുക്ക് നാശകരമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഈ തേനീച്ചയിലൂടെ. അതുപോലെ പെരുമ്പാമ്പിന്റെ സ്വഭാവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് തനിക്ക് കിട്ടേണ്ട ഭക്ഷണത്തിനെ കുറിച്ച് ആലോചിച്ച് എവിടേക്കും പോവാറില്ല, ഇതേക്കുറിച്ച് ആലോചിച്ച് എവിടേക്കും പോവാറില്ല. എപ്പോഴാണോ തന്റെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ സ്വീകരിക്കും. കാരണം ഈ ദേഹം സ്വീകരിച്ചത് തന്നെ പ്രാരബ്ധം കൊണ്ടാണ്. അപ്പൊ പ്രാരബ്ധം തന്നെ ഈ ദേഹത്തെ നോക്കിക്കോളും എന്ന് ചിന്തിച്ചിട്ട് ഈ അവധൂതൻ അങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുക, എപ്പോഴും ആനന്ദത്തിലിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഈ ലോകത്തിലുള്ള എല്ലാം ഭഗവന്മയമാണ്. ബാക്കി നമ്മൾ ഈ സുഖത്തിന് വേണ്ടി ഓടുന്നതൊക്കെ ഈ മരുഭൂമിയിൽ മരീചിക കണ്ടിട്ട് വെള്ളമുണ്ടെന്ന് ചിന്തിച്ച് അതിന്റെ വഴിയാലെ പോണമാര് മാത്രമേ ഉള്ളൂ. അപ്പോ എല്ലാം ഈശ്വരമയമാണ് എന്ന് ചിന്തിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനെ നമുക്ക് എവിടേക്ക് തിരിച്ചുവിടാൻ പറ്റും? ഉള്ളിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. ഇതാണ് ശരിയായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ പ്രഹ്ലാദനും വളരെ സന്തോഷമായി. 2 ഗുരുക്കന്മാരെ കഥയും കൂടി കേട്ടപ്പോ വളരെ സന്തോഷത്തോടുകൂടി പ്രഹ്ലാദൻ ആ അവധൂതനെ വന്ദിച്ചു എന്നും 2 പേരും അവിടുന്ന് പോയി എന്നുമാണ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? സുഖത്തിന്റെ വഴിയാലെ ഓടുകയാണോ? ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർണ്ണാശ്രമ ധർമ്മങ്ങള് ആണ്, സനാതന ധർമ്മമാണ്. നമ്മുടെ ധർമ്മം എന്നുള്ളത് ഈ ലോകത്ത് സകല ചരാചരങ്ങളും
ഈശ്വരമയമാണ്, അതല്ലാത്തതൊന്നും ലോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ കയ്യിൽ ആദ്യത്തെ അധ്യായത്തിൽ, അതായത് 11ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ തന്നെ അന്നാദ്യാദേ സംവിഭാഗ ഭൂതേഭ്യശ്ചയഥാരികത, അന്നാദികളൊക്കെ എല്ലാവർക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അന്നാദികളൊക്കെ എല്ലാവർക്കും കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത ആനന്ദം കിട്ടും അല്ലേ? നമ്മൾ പറയാറുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു. ഇതിപ്പോൾ അടിയാണെങ്കിൽ അടി കിട്ടും, അല്ല നല്ലതാ കൊടുത്തെങ്കിൽ നമുക്ക് നല്ലത് തിരിച്ചു കിട്ടും. അപ്പം അതുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ നേടിയെടുക്കണം. ഇത് തന്നെയാണ് ധർമ്മം. കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? എല്ലാം ഈശ്വരമയമായിട്ട് കാണണം. ഈശ്വരമയമല്ലാത്ത ഒന്നും ലോകത്ത് ഇല്ല. എല്ലാത്തിലും ഈശ്വരഭാവമുണ്ട്. അതുകൊണ്ടാണ് വ്യാസൻ മഹാഭാരതത്തില് ധർമ്മസർവസ്വം എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത് എന്ന് പറഞ്ഞാൽ, എന്നോട് എന്തെങ്കിലും കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് പ്രതികൂലമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ മറ്റൊരാളോട് ചെയ്യാൻ പാടില്ല. എനിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മറ്റൊരാളോട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിൽ എന്നെ കാണാൻ എനിക്ക് സാധിക്കണം, എന്നിൽ അദ്ദേഹത്തെ കാണാനും സാധിക്കണം. നമ്മളെ സ്വന്തം സുഖത്തിനായിട്ട് പലതും ആചരിക്കുന്നുണ്ടാവും, അത് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അതുതന്നെയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ഈശ്വര ചൈതന്യം അവരിലുണ്ട്, എല്ലാവരിലും ഈശ്വര ചൈതന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ശരിക്ക് ഈ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ദ്വന്ദ്വങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ അറിയേണ്ടത്. ധർമ്മം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ശരിക്കും ആ ധർമ്മത്തിന്റെ ഒരു അടിസ്ഥാനം അവിടെ കിടക്കുന്നത്. പിന്നീട് ആ 14ാമത്തെ അധ്യായത്തിൽ ഗൃഹസ്ഥന്റെ ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. ഇതില് ഈ ഗൃഹസ്ഥന്റെ ധർമ്മത്തിനാണ് ശരിക്കും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. ദേശത്തിനും കാലത്തിന്റെ ഒക്കെ വിശേഷത്തിനനുസരിച്ച് ഗൃഹസ്ഥന്റെ ധർമ്മം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊക്കെ പൊതുവെ ഇവിടെ 99% ആൾക്കാരും ഗൃഹസ്ഥന്മാരാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥനാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യം, ഞാനൊരു ഗൃഹസ്ഥനാണല്ലോ അല്ലേ, അപ്പോ എനിക്കും നിത്യാനന്ദം പ്രാപിക്കണ്ടേ, ഈ മോക്ഷം എനിക്കും വേണ്ടേ എന്നുള്ള അർത്ഥത്തിനും കൂടി ചോദിച്ചു ചിന്തിക്കണം. ഗൃഹസ്ഥ ഏതാം പദവും വിധിന ഏന ചാഞ്ചസ യാതി ദേവർഷേ ദ്രോഹി മാതൃശോ ഗൃഹമൂഢതി. അപ്പോ താനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് വളരെ വിശദമായിട്ട് ഈ ഗൃഹസ്ഥധർമ്മം ഇവിടെ പറയുന്നത്. ഒരു ഗൃഹസ്ഥൻ എന്ത് ചെയ്യണം? വാസുദേവാർപ്പണം സാക്ഷാതുപാസീത മഹാമുനി. എല്ലാം ഈശ്വരമയമാണെന്ന് കണ്ട് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. വന്നു പോകുന്ന ഈ ഭോഗങ്ങളെ അല്ലെങ്കിൽ ഭോഗസാധനങ്ങൾ ഇതിലൊന്നും ആസക്തി കാണിക്കരുത്. ആസക്തി കാണിക്കാതെ എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് സജ്ജനങ്ങളെ സേവിച്ചുകൊണ്ട്, എന്താണോ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സജ്ജനങ്ങൾക്ക് എപ്പോഴും എന്തേ പറയാനുള്ളൂ? ശൃണ്വൻ ഭഗവതോ ഭീക്ഷ്ണമാവതാരകഥാമൃതം. അവർക്ക് ഭഗവാന്റെ ലീലകളെ കുറിച്ച് മാത്രമേ പറയാനുണ്ടാവൂ, ഭഗവാന്റെ അവതാര കഥകളെ കുറിച്ചേ പറയാനുണ്ടാവൂ. അപ്പൊ അത് കേൾക്കുക. ഗൃഹസ്ഥൻ ഏറ്റവും അധികം കേൾക്കുന്നത് ഭാഗവതം കേൾക്കുക എന്നർത്ഥം. ഈ സത്സംഗം കൊണ്ട് സത്സംഗാച്ചനകൈ സംഘം ആത്മജായ ആത്മജാതിഷു വിമുച്യന്മുച്യമാനേഷു സ്വയം സ്വപ്നവദുഃഖിത. അതുകൊണ്ട് സത്സംഗം വേണം അല്ലെ. സത്സംഗം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളോട് കൂടി കൂടണം. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അവരെ
ഭഗവാന്റെ കഥകൾ പറയും. അങ്ങനെ കഥകൾ പറഞ്ഞിട്ട് മനസ്സിനെ ഈ പലതരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്ന്, ഏത് വീട്, പത്നി, പുത്രന്മാര്, ധനം, ഇതിൽ നിന്ന്, ഈ കെട്ടുപാടുകളിൽ നിന്നൊക്കെ, ആ കെട്ടുപാടുകളൊക്കെ നമ്മളിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിലൊന്നും ആസക്തി ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ എല്ലാം നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കണം. അപ്പോ നമ്മളെ ഈ ദേഹത്തിന് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചാൽ മതി, എല്ലാം എനിക്കുള്ളതാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം എനിക്കുള്ളതാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്കെന്താണോ ആവശ്യം അത് മാത്രം സ്വീകരിച്ചാൽ മതി. ദിവ്യം ഭൗമം ചാന്തരിക്ഷം വിത്തം അച്യുത നിർമ്മിതം, എല്ലാം ഭഗവന്മയമാണ്. ഇവിടെ എന്ത് കണ്ടോ അതൊക്കെ ഭഗവന്മയമാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അധികം ആരിടത്തും വാങ്ങിക്കരുത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എല്ലാവർക്കും സ്വീകരിക്കാം. അങ്ങനെ അധികമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവര് മോഷ്ടാവാണെന്നാ പറയുന്നത്. പിന്നെ എല്ലാ ജീവികളെയും എന്ത് വേണം, സകല പ്രാണികളെയും പുത്രന്മാരെ പോലെ കാണണം. അതാണ് നേരത്തെ പറഞ്ഞത്, അന്നാദ്യാദേ സംവിഭാഗ ഭൂതേഭ്യശ്ചയഥാർഹത എന്ന് പറഞ്ഞത്. എല്ലാ ജീവികളിലും ഭഗവാനെ കണ്ടുകൊണ്ട് അവർക്കൊക്കെ എല്ലാം കൊടുക്കാനുള്ള, അവരൊക്കെ തൃപ്തിപ്പെടുത്തണം, അവരൊക്കെ പുത്രന്മാരായിട്ട് കാണുന്ന മൃഗോഷ്ട്രഖരമർക്കാസു സരീസുഖമക്ഷികാഹ ആത്മനപുത്രവത് പശ്യേ തൈരേഷാമന്തരം കിയത്. എല്ലാവരും തന്റെ പുത്രന്മാരായിട്ട് കണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് ഗൃഹസ്ഥൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പൂച്ച വീട്ടിലേക്ക് കന്നു അതിന് കല്ലെടുത്ത് എറിയരുത്, നായ വന്നു കഴിഞ്ഞാൽ കല്ലെടുത്ത് എറിയരുത്. അതിനുവേണ്ട ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് എല്ലാ പ്രാണികളെയും പുത്രന്മാരെ പോലെ കാണണമെന്ന് പറയുന്നത്. അവർക്കൊക്കെ വേണ്ട അന്നാദികളൊക്കെ കൊടുക്കണം, എന്നിട്ടേ ഗൃഹസ്ഥൻ കഴിക്കാവൂ എന്നാ പറയാം. ഇവിടെ രന്തിദേവന്റെ കഥ അനുസ്മരിക്കുന്നത് നല്ലതാണ്, നോമസ്കന്ധത്തിലല്ലേ. കാരണം നമ്മളെപ്പോഴും ആരാധിക്കേണ്ടത് ഭഗവാനെയാണെങ്കിൽ ഇവരിലൊക്കെ, ഈ വന്നിട്ടുള്ള സകല ഭൂതങ്ങളിലും ആരാണുള്ളത്? ഭഗവാനാണുള്ളത്. എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്ന ആള് ഭഗവാനാണ് എന്നറിയാം. എന്നിട്ട് വേണം അവർക്കൊക്കെ വേണ്ടത് കൊടുക്കാൻ. പിന്നെ പഞ്ചയജ്ഞം ചെയ്യണം. ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ട പ്രധാന കാര്യമാണ് പഞ്ചയജ്ഞം ചെയ്യാന്നുള്ളത്. എന്താ പഞ്ചയജ്ഞം എന്ന് പറഞ്ഞാൽ? ദേവന്മാർക്ക്, ഋഷിമാർക്ക്, അല്ലെ, ഭൂതങ്ങൾക്ക്, മനുഷ്യർക്ക്, പ്രേതങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക്, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പഞ്ചയജ്ഞം ചെയ്യണം. ഒന്നുമില്ല, ബ്രാഹ്മണരാണെങ്കിൽ സന്ധ്യാവന്തരം ചെയ്യുമ്പോൾ തർപ്പണം തന്നെങ്കിലും വരും. ദേവ അസ്തർപ്പയാമി, ഋഷി അസ്തർപ്പയാമി, പിതൃ അസ്തർപ്പയാമി എന്നുള്ള തർപ്പണം വരുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് വരുന്ന മനുഷ്യന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. നൃയജ്ഞം, അതായത് ദേവയജ്ഞം, ദേവന്മാർക്ക് കൊടുക്കുന്ന യജ്ഞം, അതുപോലെ ഋഷിമാർക്ക് കൊടുക്കുന്ന യജ്ഞം, നൃയജ്ഞം. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന അതിഥികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം എന്നാ. ഇന്നൊക്കെ ആണെങ്കിൽ കയറി വരുമ്പോ ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ എന്നും ചോദിക്കും. ഇതൊന്നും ധർമ്മമല്ല. വിളിച്ചിട്ട് വന്നൂടെ എന്നുള്ള ചോദ്യം തന്നെ ചോദിക്കരുത്. വന്നു കഴിഞ്ഞാൽ ചായ വേണോന്ന് ചോദിക്കരുത്. എന്താണോ വേണ്ടത് എടുത്തു വെച്ചിട്ട് അവിടേക്ക് അവരെ ഇരുത്തുകയാണ് വേണ്ടത്. അതാണോ ഇന്ന് ചെയ്യണമെന്നുള്ള ചിന്തിക്കുന്നത് നല്ലതാണ്. ഭൂതങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ഭൂതങ്ങൾക്കും കൊടുക്കുക, പിതൃക്കൾക്ക്, ഇങ്ങനെയൊക്കെ ഈ പഞ്ചയജ്ഞം ചെയ്യണം. കാരണം ഈ പഞ്ചയജ്ഞം ചെയ്യുമ്പോ ആരെയാണ് ശരിക്ക് നമ്മൾ സേവിക്കുന്നത്, ആരാധിക്കുന്നത്? ഭഗവാനെ തന്നെയാണ്. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, എല്ലാവരിലും ഭഗവാൻ അഗ്നിമുഖത്തോയം വൈ ഭഗവാൻ സർവയജ്ഞഭുക്. എല്ലാത്തിലും നമ്മൾ ആരെയാണ്? ഭഗവാൻ തന്നെയാണ് യജിക്കുന്നത്, ഭഗവാൻ തന്നെയാണ് ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. പിന്നെ ഈ ഗൃഹസ്ഥൻ എന്നൊക്കെ പറഞ്ഞാൽ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കണം.
ശ്രാദ്ധാദികളൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് പറയുക. ഏകാദശിയൊക്കെ നോൽക്കണം. ഇന്ന് ഏകാദശിയൊക്കെ ചിലപ്പോൾ ആഘോഷമാവൂലേ, അന്നാ ഏറ്റവും അധികം ഭക്ഷണം കഴിക്കുകയാണ്. ഗോതമ്പാണെന്ന് മാത്രം. പക്ഷെ എന്നാലും അതുകൊണ്ടുള്ള പലതരത്തിലുള്ള പലഹാരങ്ങൾ. അപ്പോ അതൊക്കെയാണോ ചെയ്യേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അവനവന്റെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും മനസ്സിൽ അതുണ്ടായാൽ മതി. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ഗൃഹസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ തീർത്ഥയാത്രയ്ക്ക് പോകണമെന്നാ. തീർത്ഥയാത്രയൊക്കെ സംഘടിപ്പിക്കണം. തീർത്ഥയാത്രയൊക്കെ ഇന്ന് ശരിക്കും വിനോദയാത്രയായിട്ട് മാറുന്നുണ്ട്. യാത്രയിൽ നമ്മൾ ഭക്തി കലർത്തി കഴിഞ്ഞാൽ അത് തീർത്ഥയാത്രയായി. വെള്ളത്തിൽ ഭക്തി കലർത്തി കഴിഞ്ഞാൽ അത് തീർത്ഥമായി. ഇല്ലേ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഓരോന്നിലും ഭക്ഷണത്തിൽ നമ്മൾ അല്ലെ ഭക്തി കലർത്തി കഴിഞ്ഞാൽ അത് പ്രസാദമായി. ഭഗവാനെ കൊടുത്തു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം, അപ്പൊ അത് പ്രസാദമായി. ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് ഭക്തി കലർത്താൻ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് അത ദേശാൻ പ്രവക്ഷ്യാമി ധർമാതിശ്രേയാവഹാൻ. പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, ബ്രാഹ്മണർക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. കാരണം എന്തുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് ഇത്ര ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ വേദമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. എത്ര ഗംഗാദയോ നദ്യ പുരാണേഷു ച വിശുദ്ധ. ഗംഗാദി നദികളിലൊക്കെ പോയിട്ടൊന്ന് കുളിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ പോവുക. കുരുക്ഷേത്രം, ഗേശ്വര, പ്രയാഗ, പുലഹ ആശ്രമം, നൈമിഷം, ഭാഗ്യം, സേതു, പ്രഭാസോന്റെ കുശസ്ഥലി, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാൻ പറ്റുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഞാൻ പോയി എന്ന് സങ്കല്പിക്കുക. നാരായണാശ്രമോ നന്ദാ സീതാരാമാശ്രമാദയാ. ആ ആശ്രമങ്ങളിലേക്ക് അല്ലേ, അതുപോലെ തന്നെ നാരായണാശ്രമത്തിലേക്കൊക്കെ ഒന്ന് പോവുക. ഇങ്ങനെ പോയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അത് സങ്കല്പിക്കുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ഈ ഗൃഹസ്ഥന് മനസ്സിന് വളരെ ശാന്തതയുണ്ടാവും. എല്ലാ സ്ഥലത്തും ഈശ്വരനെ കാണാൻ സാധിക്കും എന്ന് പറയുന്നു. എന്നിട്ട് യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ് നാരദ മഹർഷി, ദേവർഷർഹസ്തു വൈ സത്സു തത്ര ബ്രഹ്മാത്മജാതിഷു രാജൻ യദഗ്രപൂജായാം മത പാത്രാതയാച്യുത. രാജസൂയത്തിൽ വെച്ചിട്ട് ആരെയാണ് അഗ്രപൂജ ചെയ്തത്? ഭഗവാനല്ലേ. അവിടെ എത്ര ഋഷിമാരുണ്ടായിരുന്നു, ബ്രാഹ്മണരുണ്ടായിരുന്നു. എന്നിട്ടും ആരെയാണ് പൂജ കഴിച്ചത്? അഗ്രപൂജ ചെയ്തത് ആരെയാണ്? കാലി കഴിച്ചിരുത്തിയത്? ഭഗവാനെയാണ്. അപ്പോ ആരെ നമ്മള് സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അപ്പൊ എല്ലാവരിൽ കൂടെയും നമ്മൾ ഈശ്വരനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ശാന്തത മനസ്സിന് വരും, നിത്യാനന്ദം വരും. അല്ലാതെ ഈ എല്ലാവരെയും ദ്രോഹിച്ചിട്ട് വിഗ്രഹത്തിൽ മാത്രം ഭഗവാനെ കണ്ടാൽ പോരാ. ഈശ്വരനെ എല്ലാത്തിലും കാണണം. അതായത് നമുക്ക് ഈ മരത്തിനൊക്കെ കൂടുതൽ പുഷ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കടക്കൽ നനയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ്. അപ്പൊ എല്ലാ ആൾക്കാരുണ്ടായിട്ടും ആ രാജസൂയത്തിൽ കൃഷ്ണനെയാണ് പൂജിച്ചതെങ്കിൽ കൃഷ്ണനെ പൂജിച്ചാൽ എല്ലാവരെയും പൂജിച്ച ഫലമായി. അതുകൊണ്ട് എല്ലാവരിലും കൃഷ്ണനെ കാണാൻ നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ 15-ാമത്തെ അധ്യായത്തില് ഗൃഹസ്ഥന്മാർക്കും മോക്ഷം, ഗൃഹസ്ഥന്മാർ പോലും മോക്ഷത്തിന് അർഹരാണ് എന്നിട്ട് ആ മോക്ഷധർമ്മ നിരൂപണം കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് നാരദ മഹർഷിയുടെ പൂർവ്വ വൃത്താന്തവും പറഞ്ഞു കൊടുക്കുന്നു. ഈ ഗൃഹസ്ഥന്മാർക്കുള്ള മോക്ഷം പറയുമ്പോൾ, മോക്ഷധർമ്മം പറയുമ്പോൾ ഇത് തന്നെയാണ് അവര് ചെയ്യേണ്ടത്. അവരുടെ ധർമ്മം, ഗൃഹസ്ഥന്റെ ധർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കണം. ഭോജേസ്തു സമൃദ്ധോപി ശ്രാദ്ധേ കുര്യാന്ന വിസ്തരം. ശ്രാദ്ധാദികളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യണം. പിതൃക്കളെ മരിച്ചുപോയവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അവരെ സ്മരിച്ചുകൊണ്ട്, അനുസ്മരിച്ചുകൊണ്ട് ശ്രാദ്ധാദികൾ ചെയ്യണം. പക്ഷെ ശ്രാദ്ധം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്നാ വിസ്തരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വിസ്തരിച്ച് ചെയ്താൽ ചിലപ്പോൾ അത് ഈ അശുദ്ധികളൊക്കെ വരാൻ സാധ്യതയുണ്ട്.
അല്ലെ? അനവധി സദ്യയോടുകൂടി അനവധി ആൾക്കാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് വളരെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി, ഭംഗിയായിട്ട് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ ഗൃഹസ്ഥൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അനവധി ഹിംസയോടുകൂടിയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ഭഗവാന് സമർപ്പിക്കുകയാണ്. സമർപ്പിച്ചാൽ പൂർണ്ണമായി. പിന്നെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ പ്രശ്നങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അനർത്ഥകരമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാ അനർത്ഥങ്ങൾ? അർത്ഥം അനർത്ഥമാണെന്ന് മനസ്സിലാക്കുക. കാമം, ക്രോധം, ലോഭം, ഇതാണ് പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. അർത്ഥം വേണ്ടെന്നല്ല, പക്ഷെ അർത്ഥം വേണം. അതും അതിന്റെ മുകളിൽ അമിതമായിട്ടുള്ള കണ്ണ് വേണ്ട. നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് വരും? ക്രോധം വരും, നടന്നിട്ടില്ലെങ്കിൽ. അല്ലെ? ധ്യായതോ വിഷയാൻ പുംസ സംഗത്തേഷുപജായതേ സംഗാൽ സഞ്ജായതേ കാമാൽ ക്രോധോ വിജായതേ ക്രോധാൽ ഭവതി സമ്മോഹാൽ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അതായത് നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ഈ സങ്കല്പം എന്താണ്? ഈ സങ്കല്പമാണ് നമുക്ക് കാമം നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്, പലതരത്തിലുള്ള ആവശ്യമില്ലാത്ത സങ്കല്പങ്ങൾ. അങ്ങനെ നമുക്ക് കാമം നടക്കാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോധം വരും. നമ്മളെ ആഗ്രഹം നടക്കാതെ ആയിക്കഴിഞ്ഞാൽ ക്രോധം വരും. ക്രോധാത്ഭവതി സമ്മോഹ, ക്രോധം വന്നാൽ നമുക്ക് അവിവേകം വരും. സമ്മോഹാൽ സ്മൃതിവിഭ്രമ, അങ്ങനെ വന്നാൽ സ്മൃതി നശിക്കും. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, സ്മൃതി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി നശിക്കുന്നു. ബുദ്ധിനാശാൽ പ്രണശ്യതി, ബുദ്ധി നശിച്ചാൽ പിന്നെ ഇനി എന്തേലും നശിക്കാൻ ബാക്കിയുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ കാമക്രോധ ലോഭങ്ങളാണ് അനർത്ഥങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഭഗവാനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അർത്ഥം എന്നുള്ളത് അനർത്ഥമുണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ അത്യാഗ്രഹത്തെ ഒഴിവാക്കാം. ആവശ്യത്തിന് ധനം വേണം, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തി വേണം. ഭഗവാന്റെ ഭക്തി വേണമെന്നുണ്ടെങ്കിൽ ഗുരുവിനെ ആശ്രയിക്കണം. ഗുരുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ ആനയൊക്കെ കുളിപ്പിക്കുന്ന പോലെയുള്ളൂ എന്നാണ്. അല്ലെ? ആനയെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് മണ്ണെടുത്തിട്ട് വീണ്ടും എറിയും പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക. ഗുരുവിൽ ഭക്തി ഉണ്ടാവുക. ഗുരുവിൽ ഭക്തി ഉണ്ടെങ്കിൽ തന്നെ ഭഗവാന് നമുക്ക് ഭക്തി ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ എന്ത് വേണം? അധർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കണം. അല്ലെ? അധർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അധർമ്മങ്ങൾക്ക് 5 ശാഖകളുണ്ട്. വിധർമ്മ, പരധർമ്മ, ചാഭാസ, ഉപമ, ചല, അധർമ്മ ശാഖ പഞ്ചേമ ധർമ്മജ്ഞോ ധർമ്മവത്യചേത്. അധർമ്മം ചെയ്യാതിരിക്കണം. അല്ലെ? കാമം കൂടുമ്പോഴാണ് നമുക്ക് അധർമ്മത്തിലേക്ക് നമ്മൾ പോവുക. അപ്പൊ അധർമ്മം ചെയ്യാതിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ധർമ്മബോധമുള്ള ആൾക്കാർ, ധർമ്മത്തിനെ കുറിച്ച് അറിവുള്ള ആൾക്കാർ, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അവരെ ഒരു സന്മാർഗസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒരാള് മഹാത്മാക്കളെ ആശ്രയിക്കണം. അല്ലെങ്കിൽ നമുക്ക് ധർമ്മം നിർണയിക്കാൻ സാധിക്കില്ല. ഈ മഹാന്മാര് ഏത് വഴിയാണോ സ്വീകരിച്ചിരിക്കുന്നത് അത് സ്വീകരിച്ചാൽ മതി. അതാണ് ശരിക്ക് യദ്യത് ആചരതി ശ്രേഷ്ഠ തദ്ദേവേതരോജന എന്ന് പറയാം. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ കൂടെ സഞ്ചരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധർമ്മത്തിനെ കുറിച്ചൊരു ബോധം. ഈ ധർമ്മത്തിന്റെ തത്വം എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, തർക്കോ പ്രതിഷ്ഠ ശ്രുതയോ വിഭിന്ന മൈക്കോ ഋഷറിയസ്യ വചപ്രമാണം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ ഏന ഗതസ്ഥ പന്ഥ എന്ന് പറഞ്ഞാൽ ഈ തർക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉറച്ചിക്കുന്ന കാര്യമൊന്നുമല്ല. ശ്രുതികൾ തന്നെ ഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഒരു ഋഷി അങ്ങനെയല്ല. ആ ഋഷിമാരുടെ വാക്കുകൾ നമുക്ക് പ്രമാണമായിട്ട് സ്വീകരിക്കാം. കാരണം
ധർമ്മത്തിന്റെ തത്വം എന്നുള്ളത് രഹസ്യമാണ്. ഋഷിമാരുടെ അതായത് ആചാര്യന്മാരുടെ വാക്കുകൾ, അവരുടെ വാക്കുകൾ സ്വീകരിക്കാം. എന്നിട്ട് ഈ അധർമ്മത്തിനുള്ള 5 ശാഖകളെ കുറിച്ച് പറഞ്ഞു. അതൊന്നും ചെയ്യരുത്. ചില ആൾക്കാർ പേരിന് വേണ്ടിയിട്ടൊക്കെ ധർമ്മം അനുഷ്ഠിക്കും, ദമ്പത്തിന് വേണ്ടിയിട്ട്. മറ്റുള്ളവർ ചെയ്യേണ്ട ധർമ്മങ്ങൾ ചെയ്യുക, അതൊന്നും നമ്മൾ പരധർമ്മോ ഭയാപഹാണ്, ഇതൊന്നും ചെയ്യരുതെന്നാണ്. അതുകൊണ്ട് നമ്മളെ ധർമ്മം, നമ്മളെ ഗുണത്തിനും ഘടനയ്ക്കും അനുസരിച്ചിട്ടുള്ള ധർമ്മം അനുഷ്ഠിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പം ഏത് സർവം ഗുരുഭക്തിയ പുരുഷോക്ഷി അഞ്ചസാ ജയെന്ന്. അതുകൊണ്ട് ഗുരുവിന്റെ ഭക്തിയിൽ കൂടെ ഭഗവാനെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മാനന്ദം ലഭിക്കും. അതില്ലാത്തത് സർവം കുഞ്ചര ശൗചവത്, ആനയെ കുളിപ്പിക്കുന്ന പോലെ മാത്രമേ ആവുള്ളൂ. അതുകൊണ്ടൊരു ഇങ്ങനെ അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗൃഹസ്ഥൻ, അല്ലെങ്കിൽ ആത്മാനന്ദം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗൃഹസ്ഥൻ, ഏകോ വിയുക്ത ശരണോ ഭിക്ഷുർ ഭിക്ഷാമിദാചന ദേശേ ശുചൗ സമേ രാജൻ സംസ്ഥാപ്യാസനമാത്മന. ഒരു നല്ല ആസനത്തിലിരുന്നിട്ട്, സുഖാസനത്തിലിരുന്നിട്ട് പ്രാണായാമാദികളൊക്കെ ചെയ്തുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കിയിട്ടിരിക്കണം. പൂരകുംഭകരേചകൈ, അങ്ങനെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് കുറേ ദിവസങ്ങൾ അങ്ങനെ ശാന്തമാക്കാൻ വേണ്ടിയിരിക്കുക. അങ്ങനെ ശാന്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഏകാഗ്രമായിട്ട് നമ്മൾ നമുക്ക് ഏകാഗ്രത കിട്ടും, ശ്രദ്ധ കിട്ടും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ള ആൾക്ക് എന്ത് കിട്ടും? ജ്ഞാനം ലഭിക്കും. അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് എന്ത് ചിന്തിക്കാം? ഈ ശരീരം ഒരു രഥമാണെന്ന് ചിന്തിക്കാം. ആഹുശരീരം രഥമിന്ദ്രിയാണി ഹയാനഭീഷുന്മന ഇന്ദ്രിയേശം പത്മാനി മാത്ര ദിഷണാം ചസൂതം സത്വം ബൃഹത് ബന്ധുരമീശ സൃഷ്ടം. ഈ ശരീരം ഒരു രഥമായിട്ട് കൽപ്പിക്കുക. എന്നിട്ട് അതിനെ മുന്നോട്ട് നയിക്കുന്ന കുതിരകളാണ് ഇന്ദ്രിയങ്ങളെന്ന് മനസ്സിലാക്കുക. അതിനെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൺ ആയിട്ട് മനസ്സിനെ കാണുക. സൂതനാണ് വിവേകം എന്ന് മനസ്സിലാക്കുക. ഈ സൂതൻ കടിഞ്ഞാൺ ഉപയോഗിച്ചിട്ട് ഈ കുതിരകളെ എങ്ങനെയാണോ നേർവഴിക്ക് നടത്തുന്നത്, നേർവഴിക്ക് ഓടിക്കുന്നത്, അപ്പോൾ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാണ് ആഹുശരീരം രഥമിന്ദ്രിയാണി എന്ന് പറയുന്നത്. അപ്പൊ നേർവഴിക്ക് നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം. അതുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു ഗൃഹസ്ഥൻ വളരെ വിവേകത്തോടുകൂടി, വിവേകത്തിന്റെ സഹായത്തോടുകൂടി ഈ മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഉള്ളൂ. ഈ ഇന്ദ്രിയങ്ങള് 2 തരത്തിലുണ്ട്. പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളുണ്ട്, അകത്തേക്ക് ഉള്ള ഇന്ദ്രിയങ്ങളുണ്ട്. ഇല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ കയ്യ്, കാല്, ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്ന ഇന്ദ്രിയങ്ങളുണ്ട്, ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങൾ. അപ്പോ ഈ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോയിട്ട് പലതും ഇങ്ങനെ കൊണ്ട് വന്നിട്ട് മനസ്സിലേക്ക് കൊടുക്കും. മനസ്സിന് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല മനസ്സിന്. അപ്പോൾ ബുദ്ധിക്ക് കൊടുക്കും. ബുദ്ധിക്കാണെങ്കിൽ ഒരു ഉറപ്പൊന്നുമില്ല, അതോ ഇതോ എന്നുള്ള നിലയ്ക്ക് അവിടെ നിൽക്കും. ബുദ്ധി കൊണ്ട് നമ്മൾ അറിയേണ്ടത് ആത്മാവിനെയാണ്. പക്ഷെ അറിയാതെ ഈ ഇന്ദ്രിയ സുഖത്തിൽ അങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മുഴുകിയിരിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. അപ്പോൾ അതിന് നമുക്ക് ആരെ കാണണം? ലക്ഷ്യസ്ഥാനം കാണണം. ഈ മനുഷ്യദേഹം കിട്ടിയിട്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഈ ഭാരം മുഴുവൻ, ഈ പ്രാരബ്ധം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കർമ്മങ്ങളോ പല പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ, ഇത് മുഴുവൻ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിത്യാനന്ദം പ്രാപിക്കാം എന്ന് പറയുന്നു. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഗൃഹസ്ഥനും മോക്ഷത്തിന് അർഹനാണ് എന്ന് പറയുന്നു. നിത്യാനന്ദം കിട്ടുമെന്ന് പൂർണ്ണമായിട്ട് പറയുന്നു. കാരണം ഭഗവാനല്ലാതെ വേറെന്തെങ്കിലും ലോകത്തുണ്ടോ? ഇല്ല. ഇപ്പോ മണ്ണ് കൊണ്ട് നമ്മൾ പാത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിനൊക്കെ പല പല പേരുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അടിസ്ഥാനപരമായിട്ട് മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളാണെങ്കിൽ അത് മണ്ണാണ്. അല്ല, ആഭരണങ്ങൾ സ്വർണത്തിൽ നിന്നുണ്ടാക്കിയതെന്ന് വെച്ചാൽ അത് സ്വർണമാണ് എന്ന് മനസ്സിലാക്കി എല്ലാം ഈശ്വരഭാവത്തിൽ കാണാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈശ്വരഭാവത്തിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സംസാര ചക്രത്തിൽ നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും. സംസാരത്തിൽ പുനരഭിജനനം, പുനരഭിമരണം എന്നുള്ള അവസ്ഥയൊക്കെ അതിക്രമിച്ച് നിത്യാനന്ദത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഈ ഗുരുവിനെയോ മഹാന്മാരെയോ
ഒരിക്കൽ സജ്ജനങ്ങളെയോ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അവർക്ക് മാത്രമേ നമ്മളെ എന്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ, നിത്യാനന്ദത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി തന്റെ പൂർവ്വവൃത്താന്തവും കൂടി പറയുന്നു. എന്താണ് പൂർവ്വവൃത്താന്തം പറയുന്നത്? അഹംപുരാഭവം കശ്ചിത് ഗന്ധർവ ഉപബർഹണ നാംനാതീദേവാ കൽപേ ഗന്ധർവാണാം സുസമ്മത രൂപപേശല മാധുര്യ സൗഗന്ധ്യ പ്രിയ ദർശന സ്ത്രീണാം പ്രിയതമോ നിത്യം മത്തസ്തു പുരുലംബട. എന്താ പറയണത്? നാരദ മഹർഷി തന്റെ പൂർവ്വചരിത്ര പറഞ്ഞത് ദൃഷ്ടാന്തമായിട്ട്, അല്ലെ? അതായത് പണ്ട് അദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു എന്നും മഹാന്മാരുടെ വാക്കുകളെ ഗൗനിക്കാതെ നിന്നതുകൊണ്ട് ഒരു ശൂദ്രനായിട്ട് പിറക്കേണ്ടി വന്നു. അതായത് അദ്ദേഹം ഗന്ധർവനായിരുന്നപ്പോ ഒരു സംഗീത സഭയിലേക്ക് ക്ഷണം കിട്ടുകയും എന്നാൽ അനുവാദം കൂടാതെ അവിടെ പോയിട്ട് തന്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് ശാപം നേടി ശൂദ്രനായിട്ട് പോട്ടെ എന്ന്. അതിന്റെ ഫലമായിട്ടാണ് എനിക്കൊരു ശൂദ്രജന്മം കിട്ടിയതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മഹാന്മാരെ സേവിക്കാൻ എനിക്ക് പറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ സേവിക്കാൻ പറ്റിയതുകൊണ്ടാണ് ചാതുർമാസ്യം അനുഷ്ഠിക്കാൻ വന്നിട്ടുള്ള മുനിമാരെ കണ്ടെത്തി അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോ ആ ബ്രഹ്മാവിന്റെ മടിയിൽ നിന്ന് ജനിച്ചിട്ട് ഈ ഭഗവാന്റെ പാട്ടും പാടിക്കൊണ്ട് നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ഈ ആനന്ദത്തിൽ ആറാടി കിടക്കുന്നത് ധർമ്മപുത്ര എന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല. യൂയം നൃലോകേ വദഭൂരിഭാഗ ലോകം പുനാനാമുനയോഭിയന്തി യേഷാംഗൃഹാനാവസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മമനുഷ്യലിംഗം. നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള ആൾക്കാരാണ്. കാരണം എപ്പോഴും ആ കൃഷ്ണൻ നിങ്ങളുടെ കൂടെയല്ലേ? അല്ലേ? നിങ്ങളെ പ്രിയ സുഹൃദ്വ ഖലു മാതുലേയ, നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ടും സുഹൃത്തായിട്ടും അമ്മാവന്റെ മകനായിട്ടും ഇങ്ങനെ എല്ലാം നിൽക്കുന്നത് എപ്പോഴും ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം. ആ കൃഷ്ണൻ എപ്പോഴും നിങ്ങളുടെ കൂടെയില്ലേ? ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾക്ക് ഇനി ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ കൃതാർത്ഥന്മാരാണ്. നിങ്ങൾ ആ ഭഗവാനിലേക്ക് ലയിച്ച ആൾക്കാരാണ്. നിങ്ങൾക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ട് നയസ്യ സാക്ഷാത് ഭവത് പത്മജാതിഭി രൂപം ദിയാവസ്തുതയോപവർണിതം മൗനേന ഭക്ത്യോപശമേന പൂജിത പ്രസീദതാമേഷ സസാത്വതാം പതി. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും നമുക്ക് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഭക്തിയോടുകൂടി ഭഗവാനെ പൂജിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീശുക ബ്രഹ്മർഷി ഇവിടെ പറയുന്നു. ഒരു മന്വന്തരത്തിലെ കഥ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു മന്വന്തരത്തിലെ കഥ സപ്തമസ്കന്ധം വരെയാണ് പറഞ്ഞതെങ്കിൽ ഇനി എത്ര ഭാഗവതം വേണ്ടിവരും കഥകൾ പറയാൻ, അല്ലെ? പിന്നെയൊക്കെ ചോദിക്കുന്നതനുസരിച്ച് അഷ്ടമസ്കന്ധം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ആ ഓരോരോ മന്വന്തരത്തിലെ കഥ ചോദിക്കുന്നതിനനുസരിച്ച് ഗജേന്ദ്രമോക്ഷം, പാലാഴി മഥനം, അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആ രംഗവും കൂടി പറഞ്ഞുകൊണ്ടാണ് ആ സപ്തമസ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.